അപ്പോൾ സ്പെയിനിന്റെ കലാശപ്പോര് വരെയുള്ള യാത്ര നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അർജന്റീനയുടെ കാര്യം കൂടി നോക്കാം. അതെ, അർജന്റീനയുടെ ഗ്രൂപ്പ് ഘട്ടം നമുക്കറിയാം. 3 മത്സരം 3 വിജയിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോയത്. കൂടുതൽ പോയിന്റ് നിലയിലാണ്, സ്പെയിനേക്കാൾ കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നു. കാരണം സ്പെയിൻ 7 ആയിരുന്നു, ഇവിടെ 9 പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെയാണ് രണ്ട് ടീമുകളും മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം റൗണ്ട് ഓഫ് 32 മുതലുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടതുള്ളത്. റൗണ്ട് ഓഫ് 32 കടുത്തൊരു പോരാട്ടം അത് കേപ്പ് വെർദേക്ക് എതിരെയാണ്. ഈ കേപ്പ് വെർദേക്കെതിരെ സ്പെയിൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ചു. അതുപോലെ തന്നെ ഓസ്ട്രിയ അർജന്റീനയ്ക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ചു. എന്തൊരു ഹൈപ്പായിരുന്നു അല്ലെ, ചെറിയൊരു രാജ്യം വന്ന ഇത്ര വലിയ മത്സരങ്ങൾ വമ്പന്മാരോടുള്ള പോലെ. ഈ റൗണ്ട് എന്ന് പറയുന്നത് അർജന്റീനയുടെ അതിജീവനത്തിന്റെ കാർഡാണ്. ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഏറ്റവും വെല്ലുവിളി നേരിട്ടിട്ടുള്ള മത്സരങ്ങളാണ്. അർജന്റീന കേപ്പ് വെർദേക്കെതിരെ ജയിക്കുന്നത് അവസാന നിമിഷങ്ങളാണ്. എക്സ്ട്രാ ടൈം ഈജിപ്തിനെതിരെ ജയിക്കുന്നത് അവസാന നിമിഷങ്ങളാണ്. അതായത് അർജന്റീന ഗോൾ അടിക്കുന്നത് 85 മിനിറ്റിന് ശേഷം ഈ ടൂർണമെന്റിൽ 8 ഗോളുകൾ അർജന്റീന അടിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഒരു ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകളിലൊന്നാണ്. നമ്മൾ അധികം പറയപ്പെടാത്ത റെക്കോർഡാണ്. അതായത് ഇഞ്ചുറി ടൈമിലേക്ക് വന്നപ്പോൾ പോലും അവസാന 10 മിനിറ്റുകൾ അല്ലെങ്കിൽ 5 മിനിറ്റുകളിൽ കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള നേട്ടമാണ് അർജന്റീന. ആ മത്സരത്തിന്റെ ചാർട്ടാണിത്. തീർച്ചയായിട്ടും അർജന്റീനയെ സംബന്ധിക്കേണ്ട ആരാധകർക്കുള്ള ടെസ്റ്റാണ്. നിങ്ങൾ എത്ര സമയം വരെ ഞങ്ങളുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് അർജന്റീനയുടെ ഒരു ഗെയിം പ്ലാൻ തന്നെ മാറുന്നത് 70 മിനിറ്റിന് ശേഷമുള്ള ഹൈഡ്രേഷൻ ബ്രേക്കിലാണ്. അതിനുശേഷമാണ് സ്കലോണി ആശാൻ തന്റെ തന്ത്രങ്ങൾ ഓരോന്നായിട്ട് പുറത്തെടുക്കുന്നത്. 60 മിനിറ്റ് മുതൽ അദ്ദേഹം ഗിയർ മാറ്റുകയാണ്. 60 മിനിറ്റിൽ അദ്ദേഹം ഒരാളെ ഇറക്കി വിടുന്നു. അതിനേശം അവസാന ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ സമയത്ത് ഇവരെന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ഒരു ആരോപണം കൂടി വരാം. കാരണം ആ സമയത്ത് ഇവരെന്തോ കലക്കി കുടിച്ച് പിന്നീട് കൂടുതൽ എനർജിയിൽ വരുന്നു. ഇനി അതാണ് വരാനുള്ള ബാക്കി. ഇനി അതും കൂടിയേ വരാൻ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയുടെയും അതുപോലെ തന്നെ സ്പെയിന്റെയും ഇതുവരെ വന്ന വഴിയൊക്കെ പറയുമ്പോൾ ആക്രമണത്തിൽ ഈ രണ്ട് ടീമുകളിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് രണ്ട് ടീമുകളുടെയും ആക്രമണത്തിന്റെ ഒരു കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നോക്കൂ, അർജന്റീന 19 ഗോളാണ് നേടിയിട്ടുള്ളത്. 13 ഗോളുകളെ അടിച്ചിട്ടുള്ളൂ. 6 ഗോളുകൾ കുറവാണ്. പക്ഷെ വഴങ്ങിയ ഗോളുകൾ നോക്കൂ, 6 ആ വഴങ്ങിയ ഗോളിൽ നമുക്ക് കാണാൻ കഴിയും. 7 ഗോൾ അർജന്റീന വഴങ്ങിയപ്പോൾ സ്പെയിൻ ഒറ്റ ഗോള്, കെറ്റ്ലർ അടിച്ച ഒറ്റ ഗോൾ മാത്രമാണ് സ്പെയിന്റെ പോസ്റ്റിൽ കയറിയിട്ടുള്ളത്. വ്യത്യാസം 12. രണ്ട് ടീമുകൾക്കും 12. അപ്പോൾ കണക്കുകളിലൊക്കെ ഏകദേശം ഒരേപോലെ പോകുന്നു. അപ്പോൾ അർജന്റീനയുടെ ആക്രമണം അതുപോലെ തന്നെ സ്പെയിനിന്റെ പ്രതിരോധം, ഈ ഘട്ടത്തിൽ ആക്രമണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. കാരണം നമ്മൾ ഫ്രാൻസിന്റെ കാര്യം ഈ ലോകകപ്പിൽ പറഞ്ഞിരുന്നു. തുടർച്ചയായി 5 മത്സരങ്ങളിൽ 3+ ഗോളുകൾ നേടിയിട്ടുള്ള ടീമായി ഫ്രാൻസ് മാറിയിരുന്നു. പക്ഷേ അർജന്റീനയുടെ സൗഹൃദ മത്സരം തൊട്ട് നോക്കുക, ഐസ്ലൻഡിനെതിരായ മത്സരം തൊട്ട് നോക്കുകയാണെങ്കിൽ അവർ ഐസ്ലൻഡിനെതിരെ, ജോർദാനെതിരെ, ആദ്യ ഗ്രൗണ്ടിൽ അൾജീരിയക്കെതിരെ, അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ പോലും കേപ്പ് വെർദേക്കെതിരെ അടക്കം 3+ ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത്. അപ്പോൾ 2 മത്സരങ്ങളിൽ അത് പിന്നെ ശേഷവും പൊരുതി 3 ഗോൾ അടിക്കുന്ന, 15 മിനിറ്റിനുള്ളിൽ 3 ഗോൾ അടിക്കുന്ന മൊറോക്കോ, ഈജിപ്തിനെതിരെ നമ്മൾ കണ്ടു. അപ്പോൾ നോക്കുകയാണെങ്കിൽ അർജന്റീന ആക്രമണം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ക്ലാസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത് സ്പെയിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, സ്പെയിൻ ആദ്യ പകുതിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ അന്തിമ ഫലം എന്ന് കൂടി സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട്. അതായത് അവസാനം അവർ കളിച്ച 17 കളികളിൽ 15ലും അവർ ആദ്യ പകുതിയിൽ എന്തായിരുന്നു അവരുടെ നേട്ടം, അതായത് ഗോളടിച്ച് മുന്നിലായിരുന്നെങ്കിൽ ആ കളി അവർ ജയിച്ചിട്ടുണ്ട്. 0 ആയിരുന്നെങ്കിൽ ആ കളി അവർ സമനിലയിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടൊരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലിൽ ആരാദ്യം ഗോളടിക്കുന്നത്, ഇതാണെങ്കിൽ അർജന്റീന ആണെങ്കിൽ ഏറ്റവും അവസാനമാണ് ഗോളടിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അത് സ്പെയിനെതിരെ നടക്കുമോ എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. സ്പെയിനെതിരെ മിക്കവാറും ചെയ്യാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഗോൾ അടിച്ച് മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് അർജന്റീന ചെയ്യാൻ പോകുന്നത്. ശ്രമിക്കുക. കഴിഞ്ഞ കളികളിലൊക്കെ ആദ്യഘട്ടത്തിൽ ഗോൾ അടിക്കേണ്ടത് വിചാരിച്ചിട്ടല്ലോ. അല്ല, കുറച്ചുകൂടി അത് പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള കളിയായിരുന്നു. ഒരു ടാക്ടിക്കൽ ലെവലാണ്. കാരണം ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ 4-4-2 കളിക്കുന്നത്. അതിനകത്ത് പ്ലേയേഴ്സിനെ ഇറക്കിയ പ്ലേയേഴ്സിന് സിമിയോണി അടക്കമുള്ള താരങ്ങളെ ഇറക്കുന്നത് തന്നെ ഇംഗ്ലണ്ടിന്റെ വേഗക്കാരായ 85 മിനിറ്റ് വരെ ടാക്ടിക്കലാണ്. ശരി, സമ്മതിച്ചു. അല്ല, 85 മിനിറ്റ് വരെ ശ്രമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 55 മിനിറ്റ് ശേഷം ഗോൾ അടിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ ഒരു ഇന്റൻസിറ്റി, തീവ്രത മാറിയിരിക്കും. അപ്പൊ എന്തായാലും നിർണായകമായ ചേഞ്ചസുകളും ഫൈനലിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. പാരഡൈസിന് പകരം നിക്കോ ഗോൺസാലസ് അതിൽ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സിമിയോണിക്ക് പകരം ഡീപോൾ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം സ്പെയിനെതിരെ ആദ്യം ലീഡ് എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അർജന്റീനയുടെ തന്ത്രം. അപ്പോ ഗോൾ കിട്ടാൻ വേണ്ടി കുറെ കൂടി വേഗക്കാരായ താരങ്ങളെ ആയിരിക്കും സ്കലോണി വിന്യസിക്കും.